പറയും. നവോത്ഥാന നായകന്മാർ കേരളത്തിന്റെ മണ്ണിൽ 26 നവോത്ഥാന നായകന്മാരുണ്ട്. ചോദിക്കൂ, നവോത്ഥാന നായകന്മാരെ, ഈ പാപത്തിന് പരിഹാരമുണ്ടോ? അവരും പറയുന്നു, നിങ്ങളുടെ താഴ്ചയിൽ നിന്നും ഉദ്ധരിക്കേണ്ടതിന് വേണ്ടിയ ആശയങ്ങൾ പറയുകയല്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ചോദിക്കൂ, രാഷ്ട്രീയ മീമാംസകരാകുന്ന ആളുകളോട്, ഇവിടുത്തെ രാഷ്ട്രത്തിന്റെ മീമാംസകരാകുന്ന ആളുകളോട് ചോദിക്കൂ, ഞങ്ങളുടെ ജീവനിൽ കടന്നിരിക്കുന്ന പാപത്തെ കൂച്ചുവിലങ്ങിട്ട് ഞങ്ങളെ എന്നേക്ക് രക്ഷിക്കാൻ കഴിയുമോ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ പഞ്ചമുച്ചമടക്കി പറയും, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ പറയാം, ശാസ്ത്രവും രാഷ്ട്രവും ചരിത്രവും മതവും മതഗുരുക്കന്മാരും എല്ലാ പ്രിയപ്പെട്ടവരും പഞ്ചമുച്ചമടക്കി അവരും കൊമ്പുകുത്തി താഴെ അവരെ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാം. അത് മതസ്ഥാപകനല്ല, രാഷ്ട്രസ്ഥാപകനല്ല, തത്വചിന്തകനല്ല, സാഹിത്യകാരനല്ല, മതഗുരുവല്ല, തീർത്ഥാടകനല്ല, യോഗിയല്ല. പിന്നെ അവനാരാണ്? വിശദീകരിക്കാനുണ്ട്. ഇനി നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഇവിടെ വന്ന് ബാക്കി പ്രസംഗിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിർത്താൻ പോവുക. അവൻ മതസ്ഥാപകനല്ല. നമുക്കൊരു രക്ഷിതാവിനെ വേണം, ഒരു മതസ്ഥാപകനെ വേണ്ട. നമുക്കൊരു രക്ഷിതാവിനെ വേണം, ഒരു രാഷ്ട്രസ്ഥാപകനെ വേണ്ട. നമുക്കൊരു രക്ഷിതാവിനെ വേണം, സാഹിത്യകാരനെ വേണ്ട. നമുക്കൊരു രക്ഷിതാവിനെ വേണം. നമുക്ക് വേണ്ട രക്ഷിതാവ് ഇതൊന്നുമില്ലാത്ത ഒരുവനെ വേണം. അങ്ങനെ ഒരുവനെ കണ്ടെത്തുവാൻ ഇന്ന് വരെ ലോകം കഴിഞ്ഞിട്ട് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അവൻ ആരെന്നറിയാമോ? ഈ ചരാചരം മുഴുവനും ഉണ്ടാക്കിയ അനശ്വരനാകുന്ന ഈശ്വരൻ. അനശ്വരനാകുന്ന ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ എങ്ങനെ പറ്റും ഇങ്ങോട്ട് വരാൻ? കേട്ടോണേ, അനശ്വരനാകുന്ന ഈശ്വരൻ മനുഷ്യത്വം ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ മനുഷ്യത്വം ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് വന്നത് ആരെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അവിടുത്തെ ജനനം സാധാരണ ജനനമല്ല. താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ആരിൽ ജനിക്കും എന്ന് എഴുതി വെച്ചു. കാലഘട്ടങ്ങളുടെ കടന്നുപോക്കിൽ ചരിത്രത്തെ മുഴുവനും തിരുത്തിക്കൊണ്ട് ഇവിടേക്ക് ഉദയം ചെയ്തത് കർത്താവായ യേശുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മതസ്ഥാപകനല്ല, യേശു മാനവജാതിയുടെ രക്ഷകനാണ്. എങ്ങനെയാണ് യേശു രക്ഷ ചെയ്തത്? അവിടുത്തെ മരണമാണ് ഏറ്റവും വലുത്. ലോകത്തിലെ എല്ലാവരുടെയും മരണം നാം ആഘോഷിക്കുകയും ചിന്തിക്കുകയും ആ മരണത്തിൽ നാം എല്ലാവരും വേദനിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ യേശുവിന്റെ മരണം ഉലകത്തെ പിടിച്ചുകുലുക്കിയ മരണമാണ്. ഇതേപോലൊരു മരണം ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തുകൊണ്ട് യേശു മരിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തണം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, രക്തം ചൊരിയണം. അങ്ങനെ യേശു തന്റെ പുണ്യാക രക്തം മുഴുവനും മാനവജാതിക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് ഊറ്റിക്കൊടുത്തിട്ട് അവർക്കെല്ലാം ആ രക്തത്തിലൂടെ വിമോചനം കൊടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, കാലങ്ങൾ പലത് കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഒറ്റ കണ്ടീഷൻ പറഞ്ഞാൽ മതി. കർത്താവായ യേശുവേ, അങ്ങ് 2025 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയുടെ കൊലക്കളത്തിൽ പിടഞ്ഞു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ രോഗത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങളുടെ ആ കൊച്ചു ഹൃദയത്തെ തൊട്ട് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്ന് വിടുവിക്കാൻ കഴിയും. ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിയും, ഞങ്ങളുടെ പാപങ്ങൾക്ക് യേശു പരിഹാരം വരുത്തി. യേശു ക്രിസ്തുവിന്റെ രക്തം എന്തോ രക്തമെന്നറിയാമോ? അത് സാധാരണ രക്തമല്ല. ഈ രക്തത്തെ നിന്ദിച്ച ഒരു കൂട്ടരുണ്ട്, അവരതിന്റെ ശാപം അനുഭവിക്കേണ്ടി വന്നു. ഈ രക്തത്തെ അവഗണിച്ചവരുണ്ട്, അവരതിന്റെ തിക്ത അനുഭവങ്ങൾ പ്രാപിക്കേണ്ടി വന്നു. ആ രക്തത്തെ തഴുകി തലോടി എനിക്ക് വേണമെന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സായം വേളയിൽ ഈ കൊച്ചു ഗ്രാമത്തോട് വിളിച്ചു പറയുന്നു, യേശു നിങ്ങളെ രക്ഷിപ്പാൻ ശക്തനാണ്. പ്രിയരേ, നിങ്ങളുടെ തലമുറയുടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ ആരോടും പറയാതെ കഴിയുന്ന വേദനയുടെ എല്ലാറ്റിനും പരിഹാരം വരുത്താൻ യേശുവിന് കഴിയും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദാഹത്തോടെ മോഹത്തോടെ കഴിയുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വേണ്ട 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 വേണ്ട, അതൊരിക്കലും ചെയ്യരുത്. ആത്മഹത്യ വിഷയത്തിന് പരിഹാരമല്ല. വീട് വിട്ടിറങ്ങി പോകാനുള്ള ദാഹവും മോഹമാണെങ്കിൽ അത് ഏറ്റവും തെറ്റാണ്. മാതാപിതാക്കളെ വകവരുത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും താങ്കൾ ഒരുക്കുന്ന വ്യക്തിയെങ്കിൽ ശാപം നിന്റെ തലമേൽ നിന്നും മാറുകയില്ല സുഹൃത്തെ. അതുകൊണ്ടൊരു കാര്യം വിളിച്ചു പറയാം, നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. മുമ്പേ പറഞ്ഞില്ലേ, അവൻ മറ്റുള്ളവർക്കാർക്കും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ യേശു മാനവജാതിക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രക്തം ഊറ്റി. എന്നിട്ട് യേശു വിളിച്ചു പറഞ്ഞു, എല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. സായവേള വിളിച്ചു പറയുന്നു, നിങ്ങളെ രക്ഷിക്കാൻ, കുടുംബത്തെ രക്ഷിപ്പാൻ, നിങ്ങളുടെ ജീവിതമാകമാനം രക്ഷിക്കാൻ ഈ വലിയവനായ കർത്താവിന് കഴിയും. ഈ രക്ഷകനാകുന്ന യേശുവിനെ വേണോ? ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞേ,
ആ കേട്ട യേശു കർത്താവിന് എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിലാകമാന പരിഹാരം വരുത്താൻ കാൽവറിയുടെ കൊലക്കളത്തിൽ ഊറ്റിയ രക്തം എനിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുകയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കാൻ